ഹലോ ഗായ്സ്, ടെസ്സ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി റോഡ് വീലറിനെ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഇവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവന്റെ ഓണറായ ബ്രോയോട് നമുക്ക് ചോദിക്കാം. ബ്രോയുടെ പേരും ഈ ഒരു ഡോഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വ്യൂവേഴ്സിന് വേണ്ടി പറയാം. എന്റെ പേര് ഹരി എന്നാണ്. എന്റെ സ്ഥലം വരുന്ന കൊല്ലം കരുനാപ്പിളാണ്. ഇവന്റെ പേര് വരുന്നത് ഡോൺ എന്നാണ്. ഡോൺ ഹൗസ് ഓഫ് ആന്റിക് ലയൺ എന്നാണ്. പിന്നെ അവന്റെ ഫാദർ വരുന്നത് റെമോ ടിമിറ്റോർ ആണ്. മദർ സൈഡ് വരുന്നത് ഡയാബ്ലോ ടിമിറ്റോർ ആണ്. ഡയാബ്ലോ ടിമിറ്റോർ ഡോട്ടർ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇവന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കും. 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. മോർണിംഗ് റോയൽ ക്യാനും ചിക്കനും കൊടുക്കും, പിന്നെ ഈവനിങ് റൈസും ചിക്കനും കൊടുക്കും. ഓക്കെ, അപ്പം 2 നേരമാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കഴിവതും ഹോംലി ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിലും ഇപ്പൊ പപ്പി സ്റ്റേജിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം വെജിറ്റബിൾസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഹെൽത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ പംകിനോ അതൊക്കെ ജസ്റ്റ് ഈ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ വേവിച്ച് കൊച്ചിലെ പപ്പി ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കുക. അഡൽട്ട് ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഫുഡ് കഴിക്കണമെന്നില്ല. അപ്പൊ കൊച്ചിലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പാക്കറ്റ് ഫുഡ് ഒക്കെ കൊടുക്കാം, പക്ഷെ കൊടുക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു നേരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കംപ്ലീറ്റ്ലി പാക്കറ്റ് ഫുഡ് മാത്രം കൊടുക്കരുത്, കാരണം അവരുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത് ഹോംലി ഫുഡ് തന്നെയാണ്. അപ്പൊ പാക്കറ്റ് പ്ലസ് ഹോംലി ഫുഡ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കുറെ കൂടെ ഒക്കെ അഡൽട്ട് ആയിട്ട് വരുന്ന സമയത്ത് കഴിവതും ഹോംലി തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു റോഡ് വീലർ കൊലയാളിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഓണറിനെ തന്നെ കടിച്ചു അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരെ കടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ഒരു ഡോഗിന്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന കണക്കായിരിക്കും അല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ബ്രീഡിനെ വളർത്തിയാലും, ഇപ്പൊ ഷിറ്റ്സു ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇന്ത്യൻ സ്പിറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നാടൻ തന്നെ ആയിക്കോട്ടെ, ഏത് ഡോഗിനെ ആണെങ്കിലും നമ്മൾ വളർത്തുന്ന കണക്കിരിക്കും. അതിപ്പോ റോഡ് വീലർ ആയതുകൊണ്ട് റോഡ് വീലർ കൊലയാളിയാണ് അങ്ങനൊന്നുമില്ല. നമ്മൾ അവരെ നല്ലപോലെ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ എത്ര ക്ലോസ് ആയിട്ടാണ് ഈ ഒരു ഡോണിന്റെ കൂടെ ഇരിക്കുന്നത്, പക്ഷെ കണ്ടില്ലേ, ഡോൺ ഒരു കുഴപ്പമില്ല, ആള് നല്ല സൂപ്പർ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വളർത്തുന്ന പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവനെ കൊണ്ടുവന്നത് ഇമ്പോർട്ടാന്ന് പറഞ്ഞല്ലോ, സൈബീരിയന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞല്ലോ. അപ്പൊ കൊണ്ടുവന്നത് പപ്പി സ്റ്റേജിലായിരുന്നോ അതോ അഡൽട്ട് സ്റ്റേജിലായിരുന്നോ? അഡൽട്ട് ആയിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ അഡൽട്ട് ആയിട്ട് ആദ്യമേ കൊണ്ടുവന്ന സമയത്ത് ഇണങ്ങാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടും എല്ലാം കാണിച്ചോ? കൂളാണ്, ക്യാരക്ടർ എല്ലാം നല്ലതാണ് അല്ലേ, കുഴപ്പമില്ല. അപ്പൊ പേരൻസിന്റെ ഒക്കെ ക്വാളിറ്റിയും പേരൻസിന്റെ ഒക്കെ ലൈനും പക്ക പ്യുവർ ആയതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു രീതിയിൽ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവന് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പപ്പീനെ വാങ്ങുന്ന സമയത്ത് വാക്സിൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു വാക്സിൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വ്യൂവേഴ്സിന് പറയാം. 45 ഡേയ്സ് കഴിയുമ്പോൾ ഫസ്റ്റ് PDP എടുക്കണം. അത് കഴിഞ്ഞിട്ട് പാർവയുടെ വാക്സിൻ എടുക്കണം. അതൊരു 10-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ബൂസ്റ്റർ ചെയ്യണം. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് വീണ്ടും അത് എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ പപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഉണ്ട് പപ്പീസ്. ഇപ്പം 11 ദിവസമായ പപ്പീസും ഉണ്ട്, അതുപോലെ 25 ഡേയ്സ് ആയ പപ്പീസും ഉണ്ട് അല്ലെ. 25 ഡേയ്സ് ആയിട്ടുള്ള പപ്പീസ് വരുന്നത് ഡ്രാഗന്റെ ആയിരുന്നു അല്ലെ, ബോൾട്ടിന്റെയും കിടപ്പുണ്ട്. അപ്പൊ ഡ്രാഗനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അടുത്ത പാർട്ടിലാണ് ഡ്രാഗൻ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രാഗന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. ഇവന്റെ പേര് ഡോൺ എന്നാണ് കേട്ടോ. പിന്നെ ഈ കേൾക്കാറുള്ളതെന്ന് വെച്ചാല് റോഡ് വീലർ 1 മാസ്റ്റർ ഡോഗാന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരിക്കലും റോഡ് വീലർ 1 മാസ്റ്റർ ഡോഗ് അല്ല. ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. നമ്മൾ അവനെ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. അതായത് ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ടൈം ആരാണോ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അടുത്തായിരിക്കും കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ. എന്നിരുന്നാലും ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടാണ് അല്ലെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ വീട്ടിലൊരു കുഞ്ഞു ഭാവയുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിലും അവരാണെങ്കിലും വീട്ടിൽ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അടുത്തായിരിക്കും കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്. അതേ സെയിം കേസിലാണ് ഏതൊരു ബ്രീഡിലാണെങ്കിലും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ അറ്റാച്ച്മെന്റ് ആവാനായിട്ട് ശ്രമിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളൊരു ഡോഗിനെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡോഗ് നിങ്ങളുമായിട്ട് അറ്റാച്ച്മെന്റ് കാണത്തില്ല. നിങ്ങളെ കാണുന്ന സമയത്ത് എപ്പോഴും കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ടാവും. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത്, പപ്പിയായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ളവരെ എല്ലാവരുമായിട്ട് ഇണങ്ങി ഇതിനെ വളർത്തുവാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചത് ഇവന്റെ ആ ഒരു ഹെഡാ. ആ ഹെഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം നല്ല തലയെടുത്ത് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഹെഡിന്റെ ഷേപ്പിന് എന്തോ ഡീറ്റെയിൽസ് ഒക്കെ പറയുമല്ലോ. ആപ്പിൾ ഹെഡ് എന്ന് പറയും, പഞ്ച് ഫേസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ പഞ്ച് ഫേസ്, ആപ്പിൾ ഹെഡ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ നിങ്ങൾ എടുത്ത് വളർത്തുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള റോഡ് വീലറിനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡ് വീലേഴ്സിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വീഡിയോയിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പപ്പീസിനെയൊക്കെ നോക്കുന്ന സമയത്ത് ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കി നല്ല പ്യുവർ ബ്രീഡിനെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, നിങ്ങൾ ആദ്യമായിട്ട് ഒരു റോഡ് വീലറിനെ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ റോഡ് വീലറിനെ വാങ്ങിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം.
നിങ്ങളിപ്പോൾ ഒരു പപ്പിയായിട്ട് എടുക്കുമ്പോൾ തന്നെ ആ ഒരു പപ്പിയായിട്ട് എടുക്കുന്ന സ്റ്റേജിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും അതിന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത് പപ്പി സ്റ്റേജിലാണ്. പിന്നെ അഡൽട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നല്ലതുപോലെ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ പപ്പി സ്റ്റേജിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവനെ കൊണ്ടുവന്നത് അഡൽട്ട് ആയപ്പോഴാണ്. പക്ഷെ ഇവൻ എന്ന് പറയുന്നത് ആള് ഓൾറെഡി ഒബീഡിയന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന സമയത്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ റോഡ് വീലേഴ്സും അങ്ങനെ ആവണമെന്നില്ല. ഇവന് പ്രോപ്പർ ആയിട്ട് പപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സോഷ്യലൈസ് ചെയ്തൊക്കെ വളർത്തിയോണ്ടാണ് ഇവൻ അധികം അഗ്രസീവ് അല്ലാത്തത്. അപ്പൊ നിങ്ങളൊരു പപ്പിനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ സോഷ്യലൈസ് ചെയ്ത് വളർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ചിലവരൊക്കെ പറയുന്ന ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കടിക്കാനായിട്ട് വന്നു, അല്ലെങ്കിൽ ഭയങ്കര അഗ്രഷൻ കാണിച്ചു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫുഡിന്റെ പാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കി കറക്കി കൊച്ചിലെ പപ്പിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വലുതാകുമ്പോഴും അവർക്ക് ആ ഒരു ഫുഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അഗ്രഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡ് വീലർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സംശയം കാണും ലേഡീസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ടാണ് ഇവന്റെ അടുത്ത് ഇരിക്കുന്നത്. നോക്കി, ഇവന്റെ ആ ഒരു സ്വഭാവത്തിൽ പോലും ആ ഒരു ബിഹേവിയറിൽ പോലും അഗ്രഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട. അപ്പൊ നിങ്ങൾ ഇനി നല്ലൊരു റോഡ് വീലറിനെ പപ്പിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ബ്രോയിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നല്ല റോഡ് വീലർ ഫീമെയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നല്ലൊരു മെയിലിനെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇവനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ കൊണ്ടുവന്ന സ്റ്റഡ്മെയിലാണ് ഇത്, അല്ലെ? സ്റ്റഡ്മെയിലാണ്. അപ്പം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിരിക്കും. അതിൽ എന്തായാലും ഗ്യാരണ്ടിയാണ്. അപ്പൊ താല്പര്യമുള്ളവരും സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവരും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് ഇമ്പോർട്ട് ആയിട്ടുള്ള റോഡ് വീലറിന്റെ മേലായിരുന്നു കേട്ടോ. ഇതാണ് സെക്കൻഡ് മെയിൽ വരുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേര് ഡ്രാഗൺ എന്നാണ്. ഡ്രാഗൺ. ഇവന് എത്ര വയസ്സുണ്ട്? ഇവനിപ്പോ 3 വയസ്സ് 4 വയസ്സാവുന്നു. ഓക്കെ. അപ്പൊ ഇവന്റെ ഫാദർ മദർ ഒക്കെ? ഫാദർ വരുന്നത് ക്രിപ്സിയാണ്. പിന്നെ മദർ വരുന്നത് ഗ്രൂം ടിംറ്റോറിന്റെ ഡോട്ടറാണ്. അപ്പം ഇവനെ കൊണ്ടുവന്നത് അഡൽട്ട് സ്റ്റേജിലാണോ അതോ പപ്പി സ്റ്റേജിലായിരുന്നോ? അഡൽട്ട് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ കൊണ്ടുവന്നപ്പോ അഗ്രഷൻ ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഇമ്പോർട്ട് മെയിലിന്റെ ആണെങ്കിലും ഇവന്റെ കാര്യമാണെങ്കിലും ശ്രദ്ധിച്ച് എന്താന്ന് വെച്ചാൽ കോട്ട് കാര്യങ്ങളൊക്കെ നല്ല ഷൈനിങ് ആണല്ലോ. അപ്പൊ കോട്ടിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ ഇവർക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? കാൽഷ്യം കൊടുക്കുന്നുണ്ട്. കാൽഷ്യം ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ കാൽഷ്യം ഒക്കെ എങ്ങനെ ഫീഡ് ചെയ്യുന്നത്? എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്? ഡെയിലി കൊടുക്കുന്നുണ്ട്. അത് ഫുഡിന് ശേഷമാണോ കൊടുക്കുന്നത്? ഫുഡിന് മുൻപ്. ഓക്കെ. 2 നേരം കൊടുക്കുന്നുണ്ടോ? ഒരു നേരം. അത് ഏതെങ്കിലും ഒരു നേരം കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ നിങ്ങൾ ഡോഗ്സിനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുക. എന്നാൽ മാത്രമേ അവരുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ബ്രോ പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിന്റെ കാര്യമാണെങ്കിലും ഇവരുടെ ഹെൽത്തിന്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ റൂട്ടീൻ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നേരത്തെ വന്ന സമയത്ത് പപ്പീസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഇവന്റെ പപ്പീസ് ആണോ കിടക്കുന്നത്? ഡ്രാഗന്റെ പപ്പീസ് കിടക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പം പപ്പീസ് ഇപ്പൊ എത്ര മെയിലും ഫീമെയിലും എല്ലാം ഉണ്ടല്ലോ പപ്പീസ്? എത്ര ദിവസമായി? ഇപ്പം ഇവന്റെ പപ്പീസ് ഇപ്പം 25 ഡേയ്സ് കഴിഞ്ഞു. 25 ഡേയ്സ് കഴിഞ്ഞ്. ഓക്കെ. എപ്പോഴാ കൊടുത്തു തുടങ്ങുന്നത്? എപ്പോഴാ പപ്പീസിന്റെ? ഒരു 5 ഡേയ്സിലൊക്കെ. ഓക്കെ. ഒരു 30-35 ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊടുത്തു തുടങ്ങും. അപ്പൊ പപ്പീസിന്റെ ഒക്കെ പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള റോഡ് വീലറിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇവന്റെ ഹെഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇമ്പോർട്ടിനെ പോലെ തന്നെയാണ് ഇവന്റെയും ഹെഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പൊ നിങ്ങൾ പപ്പീസിനെ വാങ്ങിക്കുന്ന സമയത്ത് ക്വാളിറ്റി ആയിട്ടുള്ള പേരൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു പപ്പീസിനും ആ ഒരു ക്വാളിറ്റി വരുത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ റോഡ് വീലർ പപ്പീസിനെ കിട്ടും. പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫേസോ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ക്വാളിറ്റിയോ ഇത്രയും കാണത്തില്ല. ഫേസ് ഒക്കെ നീണ്ടുപോകും. അതേപോലെ ഇത്രയും സൈസോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ പപ്പീസിനെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ റോഡ് വീലർ പപ്പീസിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം. കാരണം ബ്രോയുടെ കയ്യിലുള്ള മെയിൽസ് എന്നൊക്കെ പറയുന്ന അടിപൊളി ക്വാളിറ്റിയാണ്. അതുകൊണ്ട് പപ്പീസ് തന്നെ വലുതാകുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റേജിൽ വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇപ്പൊ നമ്മൾ റോഡ് വീലറിനെ നമ്മൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ചൂടൊക്കെ കൂടുന്ന സമയത്ത് അവരുടെ കണ്ണൊക്കെ കെയർ ചെയ്യണ്ടേ? അതെങ്ങനെയാണെന്ന് വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കും. ഡെയിലി മോർണിംഗ് കണ്ണിനകത്ത് കുറച്ച് വെള്ളം നനയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ വീക്ക്ലി ആഴ്ച ഒരിക്കലും അവന്റെ ചെവി ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അതായത് നമ്മൾ ഈ ചൂടൊക്കെ കൂടുന്ന സമയത്ത് ചെറിയ കോട്ടൺ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഒക്കെ വെച്ചിട്ട് തുണിയാ കുറച്ചും കൂടെ നല്ലതല്ലേ?
അപ്പൊ തുണി എടുത്തിട്ട് കണ്ണ് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ചെവി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഡോഗിനെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം മക്കളെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ ഇവരെ സ്നേഹിക്കുക. അല്ലാതെ ചുമ്മാ പട്ടിനെ വാങ്ങിച്ചിട്ട് കൂട്ടിലിടരുത് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ തന്നെ ഏത് ബ്രീഡ് ആണെങ്കിലും, ഇപ്പൊ റോഡ് വീലർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു നാടൻ കുഞ്ഞിനെ എടുത്ത് വളർത്തുവാണെങ്കിലും, ഏത് ബ്രീഡ് ആയിക്കോട്ടെ, നിങ്ങൾ നല്ലതുപോലെ തന്നെ കെയർ ചെയ്ത് വേണം വളർത്താനായിട്ട്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ 11 ദിവസം മാത്രം പ്രായമായ പപ്പീസിനെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നോക്കിയാൽ 11 ദിവസത്തിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. മെയിൽ പപ്പീസ് ഫീമെയിൽ പപ്പീസും ഉണ്ട് കേട്ടോ. അപ്പം ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നല്ല റോഡ് വീലർ പപ്പീസിനെ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ്, അതായത് കെനലിൻ്റെയോ റെസ്റ്റോറൻറ്റിൻ്റെയോ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ ഒരു നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക്